മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് രായണീയം 34-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ഭൂയസ്തന്മീം വിജിന്വന്നഹൃതദശമുഖസ്ത്വദ്വധൂം മത്പഥേനേത്യുക്ത്വാ യാതേ ജടായൗ ദിവം അഥ സുഹൃദപ്രാതനോ പ്രേതകാര്യം ഗൃഹാനന്തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ഭൃശമുദിതമനാഃ പാഹി പാതാലയേശ. രാവണൻ്റെ സീതയുടെ അപഹരണം ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിനുശേഷം രാവണനെ വസിക്കാനുള്ളതായ അവസരം, ഉപായം കിട്ടി എന്നുള്ളത് കൊണ്ട് ശ്രീരാമന് ചെറുതായിട്ടൊരു സന്തോഷം ഉണ്ടായി മനസ്സിൽ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ സീതാന്വേഷണവും ജടായുവിനെ കാണൽ, ശബരി കാണൽ, പിന്നീട് ഹനുമാനായിട്ടുള്ള സംഗമം, ഇതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഭൂയസ്തന്വീം, ഭൂയഃ തന്വീം വിജിന്വൻ, പിന്നീട് അതായത് ഈ രാവണൻ വന്ന് സീതയെ അപഹരിച്ചതിന് ശേഷം, അത് മനസ്സിലായതിന് ശേഷം, തന്വീം വിജിന്വൻ, ആ തന്വിയായ സീതയെ അന്വേഷിച്ചുകൊണ്ട്, വിജിന്വൻ അന്വേഷിക്കുന്നവനായിട്ട്, തന്വീം വിജിന്വൻ അപഹൃത ദശമുഖസ്ത്വദ്വധൂം മദ്വധേന ഇതി ഉക്ത്വാ. വിജിന്വൻ അഹൃത ദശമുഖഃ, അഹൃത അപഹരിച്ചു, അഹൃത ദശമുഖഃ ദശമുഖൻ ഹരിച്ചു കൊണ്ടുപോയി, ദശമുഖഃ ത്വദ്വധൂം അങ്ങയുടെ വധുവിനെ, അങ്ങയുടെ പത്നിയായ സീതയെ ദശമുഖൻ അപഹരിച്ചു കൊണ്ടുപോയി. എങ്ങനെ? മദ്വധേന, എന്നെ വധിച്ചുകൊണ്ട്, എന്നെ വധിച്ച വിധത്തിലാക്കിക്കൊണ്ട് എന്നുള്ളതാണ്. വധിച്ചു കഴിഞ്ഞിട്ടില്ല, മരിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വധത്തോടുകൂടി, എന്നെ വധിച്ചുകൊണ്ട്, എന്നെ ഹനിച്ച വിധത്തിൽ ആക്കിക്കൊണ്ട്, മരിച്ചിട്ടില്ലെങ്കിലും സീതയുടെ അനുഗ്രഹം കൊണ്ട് ജീവൻ പോയിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ മദ്വധേന, എൻ്റെ വധം കൊണ്ട്, വധത്തോടുകൂടി എന്നെ വധിച്ചതിന് ശേഷം ദശമുഖൻ രാവണൻ അങ്ങയുടെ പത്നിയെ ഹരിച്ചു കൊണ്ടുപോയി, അപഹരിച്ചു കൊണ്ടുപോയി. അഹൃത ദശമുഖ, അഹൃത അപഹരിച്ചു, ദശമുഖ രാവണൻ ത്വദ്വധൂം അങ്ങയുടെ വധുവിനെ, അങ്ങയുടെ പത്നിയെ, മദ്വധേന എൻ്റെ വധം കൊണ്ട്, എൻ്റെ വധത്തോടു കൂടി എന്നെ വധിച്ചതിന് ശേഷം ദശമുഖൻ അങ്ങയുടെ പത്നിയെ അപഹരിച്ചു എന്നിങ്ങനെ മദ്വധേന ഇതി, മദ്വധേനേത്യുക്ത്വ, മദ്വധേന ഇതി ഉക്ത്വ, ഇതി എന്ന് ഉക്ത്വ പറഞ്ഞിട്ട്, യാതേ ജടായൗ ദിവം, ജടായൗ ദിവം യാതേ, ജടായു സ്വർഗത്തിലേക്ക് പോയപ്പോൾ, ദിവം ദ്യൗഹു എന്നുള്ളതിൻ്റെ ദ്വിതീയാണ്, ദ്വിതീയ ഏകവചനാണ് ദിവം എന്നുള്ളത്. ദിവം സ്വർഗത്തിലേക്ക് പോയപ്പോൾ, സ്വർഗം പ്രാപിച്ചപ്പോൾ, മരണത്തെ വരിച്ചപ്പോൾ, ഇതി ഉക്ത്വ ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട്, ജടായു ദിവം യാതേ, ജടായു ദിവം അത് സ്വർഗത്തിലേക്ക് യാതനായപ്പോൾ, പോയപ്പോൾ, സ്വർഗത്തിലേക്ക് പോയപ്പോൾ, അതായത് സ്വർഗം പ്രാപിച്ചു, സ്വർഗപ്രാപ്തി ഉണ്ട് ജടായുവിന് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. യാതേ ജടായു, അതായത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ആ ശ്രീരാമൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ജീവൻ പോയി. അപ്പം അങ്ങനെ ആ ശ്രീരാമൻ്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത് എന്നൊക്കെയാണ് മുന്നിൽ പറയണത്. മദ്വധേന ജടായു ദിവം യാതേ, ജടായു സ്വർഗത്തെ പ്രാപിച്ചപ്പോൾ, സ്വർഗത്തിലേക്ക് പോയപ്പോൾ, സുഹൃദഃ പ്രാതനോഹോ പ്രേതകാര്യം അഥ, അനന്തരം സ്വർഗത്തെ പ്രാപ്തനായപ്പോൾ, ജടായു മരിച്ചു കഴിഞ്ഞപ്പോൾ, അഥ അനന്തരം സുഹൃദഃ പ്രാതനോഹോ പ്രേതകാര്യം, സുഹൃത്തായ ജടായുവിന്, ദശരഥൻ്റെ വലിയ സുഹൃത്തായിരുന്നു ജടായു എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പം അങ്ങനെ ആ തൻ്റെയും സുഹൃത്തായ ആ ജടായുവിൻ്റെ സുഹൃത്തിൻ്റെ പ്രേതകാര്യം,
പ്രേതകാര്യങ്ങൾ, മരിച്ചാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, സംസ്കാരാദികളൊക്കെ, ശരീരം ദഹിപ്പിക്കുക, അതിന് ശേഷമുള്ളതായിട്ടുള്ള തിരോധകം കൊടുക്കൽ എന്നൊക്കെ ഉണ്ടല്ലോ. ആ ജലം ദാനം പിതൃക്രിയകൾ, ആ പിതാവിന് വേണ്ടതായ ക്രിയകൾ. വേറെ ആരും ഇല്ല അവിടെ, കാട്ടിലാണ്, തനിക്ക് വേണ്ടി മരിച്ചതാണ് ജടായു. അപ്പം അതുകൊണ്ട് ആ ജടായുവിന് വേണ്ടതായ പ്രേതകാര്യങ്ങളൊക്കെ ശ്രീരാമൻ തന്നെ ചെയ്തു എന്നാണ് പറയണത്. സംസ്കരിക്കലും ശരീരം സംസ്കരിക്കലും അതിനുശേഷമുള്ളതായിട്ടുള്ള പിതൃക്രിയകളൊക്കെ ശ്രീരാമൻ തന്നെ ചെയ്തു. സുഹൃദ പ്രാതനോഹോ ചെയ്തു, പ്രാതനോഹോ അങ്ങ് ചെയ്തു. തന് ധാതുവിൻ്റെയാണ് പ്രാ എന്ന് ഉപസർഗം. പ്രാതനോഹോ അങ്ങ് ചെയ്തു. എന്ത്? പ്രേതകാര്യം മരിച്ചാൽ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ, മരിച്ചു കഴിഞ്ഞാൽ ആ ജീവന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പ്രേതകാര്യമൊക്കെ, മരിച്ചാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം അങ്ങ് തന്നെ ചെയ്തു. സുഹൃത്തായത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ആ അനന്തരക്രിയകളൊക്കെ ശ്രീരാമൻ തന്നെ ചെയ്തു. ഇനി ഗൃഹാനന്തം കബന്ധം ജഘനിധ, ഗൃഹാനന്തം കബന്ധം ജഘനിധ പിന്നീട് ജഘനിധ വധിച്ചു. ആരെ? ഗൃഹാനം തം കബന്ധം, ഗൃഹാനനായിട്ടുള്ള തന്നെ പിടിക്കാൻ വന്നതായ ആ കബന്ധൻ എന്നുള്ളതായിട്ടുള്ള ആ അസുരനെ ജഘനിധ വധിച്ചു, അങ്ങ് വധിച്ചു. ഗൃഹാനം തം കബന്ധം ജഘനിധ. കബന്ധൻ്റെ വധം ആണ് അവിടെ പറയണത്. 2 കൈ മാത്രമേ ഇവിടെ, തലയില്ല. ശിരസ്സൊക്കെ വയറ്റിലാണ് ശിരസ് എന്നാണ് പറയണത്. കുക്ഷിയിൽ ഒരു ശിരസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ 2 കൈ കൊണ്ട് ആ കൈയിൻ്റെ ഉള്ളിൽ വരണതായിട്ടുള്ള ഓരോ വിസ്താരമുള്ളതായിട്ട് 2 കൈകളാണുള്ളത്. ആ കൈകൾക്കുള്ളിൽ വന്ന് പെടുന്നതായിട്ടുള്ള ആളുകളെ ഭക്ഷിച്ചോളാനായിട്ടുള്ള അനുഗ്രഹവും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ കൈകൾക്കുള്ളിൽ തന്നെ പിടിക്കാനായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും കൂടി സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവരെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈകൾ കൊണ്ടുവരുന്നതായിട്ടുള്ള ആ കബന്ധൻ്റെ 2 കൈകളും ഓരോരുത്തരും മുറിച്ചിട്ട്, ഓരോ കൈകളും ഓരോരുത്തരും മുറിച്ച് അങ്ങനെ കബന്ധനെ വധിച്ചു എന്നാണ്. അപ്പം അങ്ങനെ ഗൃഹാനം, തങ്ങളെ പിടിക്കാൻ വരുന്നതായ ആ കബന്ധനെ ജഘനിധ വധിച്ചു. ഇനി പിന്നെ അതിനുശേഷം ശബരീം പ്രേക്ഷ്യ, ശബരി എന്നുള്ളതായ ആ അതിഭക്തയായിട്ടുള്ള ശബരിയെ കണ്ടു. ശബരിയെ കണ്ടിട്ട്, ശബരി കണ്ടു കഴിഞ്ഞാൽ വിവരങ്ങളൊക്കെ കിട്ടും, സീതയെക്കുറിച്ചുള്ളതായ വിവരങ്ങൾ കിട്ടും എന്ന് ജടായു തന്നെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ശബരീം പ്രേക്ഷ്യ, ആ ശബരിയെ പോയി കണ്ടിട്ട്, ശബരീം പ്രേക്ഷ്യ കണ്ടിട്ട്, പമ്പാതടയെ, ഇനി പമ്പാതടത്തിൽ, പമ്പാനദിയുടെ തീരത്ത് പമ്പാതടയേത്വം സംപ്രാപ്തോ വാതസൂവിനുവിനെ കണ്ടുമുട്ടി. വാതസൂനും വെച്ചാൽ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാനെ കണ്ടുമുട്ടി. പ്രാപിച്ചു. സംപ്രാപ്തോ വാതസൂനും, ഹനുമാനെ കണ്ടതിന് ശേഷം അവർ തമ്മിലുള്ളതായിട്ടുള്ള സംഭാഷണം കൊണ്ട് തനിക്കൊരു ബന്ധു എന്നുള്ള നിലയിൽ സുഗ്രീവനെ കിട്ടി എന്നൊക്കെയാണ് പിന്നെ അടുത്ത ദശകത്തിലാണ് പറയണത്. പിന്നെ ആ ഹനുമാനെ കണ്ടതോടുകൂടി മുദിതമനാഹ, സന്തുഷ്ടനായി തീർന്ന, സന്തോഷിച്ചതായ മനസ്സോടുകൂടിയ മുദിതമനാഹ വാതസൂനും ഭൃശം മുദിതമനാഹ അത്യന്തം സന്തുഷ്ടമായ ഹൃദയത്തോടുകൂടി വളരെയധികം സന്തോഷിച്ചു ഹനുമാനെ കണ്ടതോടുകൂടിയിട്ട്. ഭൃശമുദിതമനാഹ, അത്യധികം മുദിതമായ മനസ്സോടുകൂടി അങ്ങനെയുള്ളതായ അങ്ങ് പാഹി വാതാലയേശ, അലയോ വാതാലയേശ, ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്നുവരെ, അവിടം വരെ ആ കഥ പറഞ്ഞിട്ട് നിർത്തുകയാണ്. പിന്നെ സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണതൊക്കെ അടുത്ത ദശകത്തിലാണ് പറയണത്. ഇവിടെ ഈ ശ്ലോകത്തിൽ ഇത്രയൊക്കെയാണ് പറയുന്നത്. ഭൂയസ് തന്വീം വിജുന്വൻ, വീണ്ടും ആ പത്നിയെ, തന്വിയായ, അതായത് ശബലയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. തനിക്ക് നേരിടാൻ ശക്തിയില്ലാത്തതാണ്, ഒരു ക്ലേശങ്ങളൊക്കെ സഹിക്കാൻ പ്രാപ്തയല്ലാത്തതായിട്ടുള്ള ഒരു അബലയായ തൻ്റെ പത്നിയെ അന്വേഷിച്ചുകൊണ്ട് തന്നെയും വിജിന്വൻ ആഹൃത ദശമുഖ ത്വദ്വധു
ദശമുഖൻ രാവണൻ ത്വദ്വധൂം അഹൃത അങ്ങയുടെ പത്നിയെ അപഹരിച്ചു. മദ്വധേന എന്നെ വധിച്ചതിന് ശേഷം, വധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വധിച്ച മാതിരിയാക്കി. അങ്ങനെ മദ്വധേന എൻ്റെ വധം കൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം എന്നെ വധിച്ചിട്ട് അങ്ങയുടെ പത്നിയെ ആ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. ഇതി എന്ന് ഉക്രുവ പറഞ്ഞിട്ട് ജടായു ദിവം യാതേ, ജടായു സ്വർഗത്തെ പ്രാപിച്ചപ്പോൾ അഥ സുഹൃദ പ്രാവനോ പ്രേതകാര്യം, സുഹൃത്തിൻ്റെ വേണ്ടതായ പ്രേതകാര്യങ്ങളൊക്കെ, മരിച്ചവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആ കർമ്മങ്ങളൊക്കെ അങ്ങ് തന്നെ പ്രാതനോഹോ അങ്ങ് ചെയ്തു. അതിനുശേഷം ഗൃഹാനം തം കബന്ധം, ഗൃഹാനം അങ്ങയെ പിടിക്കാൻ വന്നതായ രാമലക്ഷ്മണന്മാരെ ഒന്നിച്ച് പിടിക്കാൻ വന്നതായ ആ കബന്ധനെ ജഘനിധ അങ്ങ് വസിച്ചു. പിന്നെ ശബരിയും പ്രേക്ഷ്യ, ശബരിയെ കണ്ടു, ശബരിയുടെ ആശ്രമത്തിൽ ചെന്ന് ശബരിയെ കണ്ടു. അങ്ങനെ ശബരിയെ കണ്ടിട്ട് പ്രേക്ഷ്യ പമ്പാതീരത്ത് വെച്ച് ത്വം സംപ്രാപ്തോ വാതസൂനുവിനെ ഹനുമാനെ കണ്ടുമുട്ടി. ഭൃശമുദിതവനാഹ, ഇങ്ങനെ അത്യധികം സന്തോഷിച്ചതായ അങ്ങ് അല്ലയോ വാതാലയേശ്വര ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും. ശ്ലോകമൊന്നും കൂടി ചെല്ലാം. ഭൂയസ്തന്വീം വിജിന്വന്നഹൃതശമുഹസ്തുദ്വധൂം മദ്വധേനേത്യുക്ത്വാ യാതേ ജടായൗ ദിവം അഥ സുഹൃദപ്രാതനോ പ്രേതകാര്യം. ഗൃഹാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പിന്നെ സീതയെ തിരഞ്ഞു ദശമുഖൻ അവളെ കൊണ്ടുപോയെന്നെ വെട്ടിയിട്ടെന്നോതീട്ടാജടായു. മരണമതു വരിച്ചങ്ങു ചെയ്തന്ത്യകർമ്മം കൊന്നു. പിന്നെ കബന്ധം ശബരിയെ കുടിയിൽ ചെന്നു കണ്ടിട്ടു പമ്പയിൽ കണ്ടെത്തി. വായുപുത്രം മുദിതമതി ഭവാൻ കാക്കു കാറ്റിൻ പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.